ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഡബിൾ മല്ലു വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മള് എല്ലാവരും നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള കൃപാസന സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു ഡൗട്ട് നമ്മുടെ ഫോളോവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബിൾ മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കൃപാസനത്തിൽ ചോദിച്ചിരുന്ന സംശയത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതായിരുന്നു: നമ്മുടെ കൃപാസന ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഉപവസിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ദിവസമാണ് ഉപവസിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഉത്തരം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ബേസിലും അതുപോലെ തന്നെ നമ്മൾ ആളുകൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരോ അല്ലെങ്കിൽ ധ്യാനം കൂടിയവരോ അല്ലെങ്കിൽ നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവരൊക്കെ പറഞ്ഞു തന്നതിന്റെ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കൃപാസന ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന കൃപാസന ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചയും അതുപോലെ ബുധനാഴ്ചയുമാണ്. ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് മൊത്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒരു നേരമായിട്ട് നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഉടമ്പടി നിയോഗങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ നമ്മൾക്കൊരു നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടതായിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഭക്ഷണം ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 2 ദിവസങ്ങളാണ്, ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് കൃപാസന ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നൽകുന്ന ക്ലാസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കൃപാസന ഉടമ്പടി പത്രത്തിലോ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കൃപാസന ഉടമ്പടിയിലായിരിക്കുന്നവർ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും.